ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു നേന്ത്രപ്പഴം ഉണ്ണിയപ്പമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വൈകുന്നേരം സ്നാക്സിനൊക്കെ പറ്റുന്ന പോലെയുള്ള ഒരു നേന്ത്രപ്പഴം ഉണ്ണിയപ്പം. 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത് കറുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. 2 എണ്ണം എടുക്കുക. എന്നിട്ട് അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് സൂപ്പറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലേവർ സൂപ്പറാണ്. ഒരാഴ്ചയോളം സൂപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷേ മുട്ട ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 2 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ നേന്ത്രപ്പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്തതാവാം വറുക്കാത്തതാവാം, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 1.5 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് അരച്ച് എടുക്കാം. ഓക്കെ, പഞ്ചസാരയാണ് ഇടുന്നത്, ശർക്കരയല്ല. ശർക്കര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, പക്ഷേ പഞ്ചസാര ഇട്ടാൽ കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് അരച്ചതുണ്ടാവുക. ഇതിലേക്ക് 1 കപ്പോളം വറുത്ത റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ്. 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കയ്യിലെടുത്തുന്നേ ഉള്ളൂ, പക്ഷേ സംഭവം 1 സ്പൂണേ ഉള്ളൂ കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് ഇരിക്കട്ടെ. നമ്മൾ അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിയപ്പക്കല്ലിൽ നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈനോ ആണ്. റെഗുലർ ഈനോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. അപ്പോൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാണ്ട എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ പുളിപ്പിക്കാൻ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഈനോ ഇട്ട് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ മാവ് റെഡി ആയിരിക്കും. ഇനി നമുക്ക് ഉണ്ണിയപ്പക്കല്ലിൽ വിഘ്നേശ്വരനെ ആലോചിച്ചിട്ട്, ഞാൻ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നാമം ചൊല്ലിയിട്ടേ ചെയ്യാറുള്ളൂ. എപ്പോഴും എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് അത്. ഗജാനനം എന്ന് ചൊല്ലിയിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ വിഘ്നേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് നമ്മളിതാ ഉണ്ണിയപ്പം ഒഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ ഒരു സൈഡ് ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു സൈഡ് റെഡി ആവുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. നോർമലായിട്ട് എങ്ങനെയാണോ നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഉണ്ണിയപ്പം അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് നല്ല ബ്രൗൺ കളർ ആക്കിയിട്ട് എടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. എന്താ പറയുക, എവിടേക്കോ പഴംപൊരിയുടെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാ മാവും ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആവും. അധികം ഇതൊന്നുമില്ല. റവ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റായിരിക്കും. സോ വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകും. ചൂടുണ്ട്. Very airy, very light, awesome. Nice, yeah. Beautiful it is. I love this നേന്ത്രപ്പഴം ഉണ്ണിയപ്പം. So good. നല്ല ക്രിസ്പി ആയിട്ടില്ലേ? പക്ഷെ ഉള്ളിൽ സോഫ്റ്റാണ്. നൈസ് ആൻഡ് സോഫ്റ്റ്. നല്ല അടിപൊളിയായിട്ട് ഒരു 4-5 ഉണ്ണിയപ്പം, നേന്ത്രപ്പഴ ഉണ്ണിയപ്പം, കൂടെ തന്നെ നല്ല ചൂടോടെ ഒരു സുലൈമാനിയും കൂടി ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് ഈവനിങ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ചൂടോടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരട്ടെ. അല്ല, അടിപൊളി എയറി ഫീലാണ്. നേന്ത്രപ്പഴം സൂപ്പർ, അടിപൊളി ടേസ്റ്റാണ്. വയൽ അലിഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു പോകും. എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. ഓക്കെ, വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. Till then, take care and bye-bye. Vinny's Kitchen.